ഹായ്, ഞാൻ മിനി. ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മത്തി മുളകിട്ടത്. തമിഴ്നാട്ടിൽ ഇത് മത്തിക്കുളമ്പെന്നൊക്കെ പറയും. ആ സ്റ്റൈലിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഏകദേശം 1 കിലോ മത്തിയുണ്ട്. അതിന് കടുക് വറക്കാൻ വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി. ഇത് കായമാണ്. കായം നിങ്ങൾക്ക് പൊടിയോ കട്ടക്കായമോ എന്ത് വേണേലും ഉപയോഗിക്കാം. പിന്നെ 3-4 പച്ചമുളക് കീറിയതുണ്ട്. ഇത് ചുമന്നുള്ളി ചതച്ചത്. നിങ്ങൾക്ക് കൊച്ചുള്ളി കൊച്ചതായിട്ട് അരിഞ്ഞു എടുക്കാം. ഇതൊരു 10-12 കൊച്ചുള്ളിയുണ്ട്. ഇത് സവാള 2 ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനം ഇട്ട് നമ്മൾ ചട്ടി ചൂടായിട്ട് കടുക് വറക്കണം. അപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുന്നുണ്ടേ, ഇപ്പം ചീനിച്ചട്ടി ഞാനിപ്പോൾ കടുക് ഇട്ടല്ലോ. കടുക് എല്ലാം പൊട്ടിക്കഴിയുന്നുണ്ടേ ബാക്കി മസാലകൾ നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായതിനകത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇനി അതിന് ശേഷം നമുക്ക് ഈ കൊച്ചുള്ളി ചതച്ചത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും സാധനം നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പം ചട്ടിക്കകത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, ചുമന്നുള്ളി, സവാള ഇതെല്ലാം ചേർത്ത് വഴറ്റാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വഴന്ന് കഴിയുന്നുണ്ടേ നമുക്ക് മസാലകൾ ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാൻ ഓൾറെഡി മസാല ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടപ്പം ഈ ഉള്ളി ഇതെല്ലാം വഴന്ന് കഴിയുന്നുണ്ട് അതിനകത്തോട്ട് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് വഴറ്റി എടുത്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. മസാലകൾ ഞാനൊന്ന് ചൂടാക്കി, എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കി പച്ചമണം മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇനി ഉള്ളി ഇത് നമ്മൾ നോക്കി ഇത് വഴന്ന് വരുന്നുണ്ട്. നമുക്ക് ഈ മസാലകൾ ചേർത്ത് ഇളക്കിയിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇപ്പം ഞാൻ മസാലകളെല്ലാം ഈ ചീനിച്ചട്ടിയിലെടുത്ത് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി മസാലകളെല്ലാം ഞാൻ ഉള്ളിയോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. ഇനിയും ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇനിയും പച്ചമുളക് നമുക്ക് ഇടാനുണ്ട്. ഒരു 2 തക്കാളി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചാണ്. മിക്സിയിൽ അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതും പിന്നെ ഈ തമിഴ്നാട് സ്റ്റൈലിൽ വെക്കുന്നതായതുകൊണ്ടാണ് പിഴുപുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ഈ മസാല ചൂടായി കഴിയുമ്പം ഈ പുളിവെള്ളം നമ്മൾ ആ മസാലയ്ക്കകത്ത് ചേർത്ത് ഇളക്കി ഈ തക്കാളിയുടെ പേസ്റ്റും ചേർത്ത്, പിന്നെ ഞാൻ നേരത്തെ കായം എടുത്ത് വെച്ചിരുന്നല്ലോ, കായം, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് മത്തി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മത്തിയും തിളച്ച് കഴിയുമ്പം എടുത്തിട്ട് ലാസ്റ്റ് ഒരു തിള വന്ന് കഴിയുന്നുണ്ടേ ഈ തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയുടെ പാലാണ്, ഇത്രയും നമുക്ക് ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. ഇപ്പം ദാണ്ട് ചട്ടിക്കകത്ത് ആ മസാല തിളച്ച് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ മീനിനകത്തോട്ട് ഈ മസാലകൾ ഒഴിച്ച് തിളപ്പിക്കുകയാണ്. തിളച്ച് കഴിഞ്ഞ് ഒരു തിള വന്ന് ചെറുതായിട്ടൊന്ന് ചാറ് ഇതായി കഴിയുന്നുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മുടെ മത്തിക്കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് തീ കുറച്ച് വെച്ച് കുറുക്കിയെടുക്കാം. നമ്മുടെ മീന് തിളച്ച് കുറുകി പറ്റി വരുന്നു. ഇത് ഒരുപാട് വെള്ളക്കളർ വരാത്ത കാരണം ഞാൻ അരമുറി തേങ്ങയുടെ പാലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം കൂടുതൽ വെള്ളക്കളറിലാണ് നിങ്ങൾക്ക് മീൻകറി വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഒരു വ്യത്യസ്തമായ തമിഴ്നാട് സ്റ്റൈലിലൊരു മീൻ കുളമ്പ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തമിഴ്നാട് സ്റ്റൈലിലുള്ള മത്തിക്കുളമ്പാണ് വെച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.